തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ശരിക്കും ഭയപ്പെടണം. അന്ന് നിങ്ങളെ കർമ്മങ്ങളൊക്കെ അവിടെ വിചാരണ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ഇത് എല്ലാവർക്കും നല്ലൊരു ഓർമ്മ ഉണ്ടാകല് നല്ലതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ വളരെ വ്യക്തമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ പ്രവാചകൻ ശരിക്ക് ചെയ്ത ദൗത്യം എന്താ? എല്ലാ മുസ്ലിങ്ങളും ഇത് ആരോടും നിങ്ങൾ മനസ്സ് പങ്കുക്കൊന്നും വേണ്ട. മുജാഹിദുകൾ പറഞ്ഞത് ശരിയാണെന്നൊന്നും നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങൾക്കത് ബോധ്യപ്പെട്ട നിങ്ങളെ മനസ്സിലിട്ടിട്ട് സത്യതാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിച്ചാൽ മതി. മെമ്പർഷിപ്പ് പോലും എടുക്കാൻ നിങ്ങളോട് ഞങ്ങൾ പറയില്ല. മറിച്ച് നമ്മളിതൊരു ഗൗരവമായിട്ട് ആലോചിക്കാൻ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോ നബി അവിടെ ജനങ്ങൾക്ക് ബുർദ ഓതി കൊടുത്തതല്ല, അവരെ നന്നാക്കിയത് അങ്ങനെയല്ല. ബുർദ എന്ന് പറഞ്ഞാൽ ബുർദ പിന്നുണ്ടായതാണ്. അപ്പൊ നബി അന്ന് ഓതുവോ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതെങ്കിലും ഒരു കവിയുടെ കാവ്യവുമായി നടക്കില്ല റസൂൽ മുസ്ലിം സമുദായത്തിൽ. ഉമർ ഖൈസ് ഒരുപാട് കവികൾ ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. പക്ഷെ അവരാരുടെയും മഹത്വത്തിന്റെയോ മാനദണ്ഡത്തിന്റെയോ കവിതകളുമായി നടക്കില്ല. മാത്രമല്ല റസൂലുള്ളാഹിനെ വിമർശിക്കാൻ നബി ഒരു കവിയല്ല, നബി ഒരു കവിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയാണ്. അള്ളാഹുവിന്റെ എല്ലാവരും അംഗീകരിച്ച ഒരു പോയിന്റ് ആണല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ഒരു മുസ്ലിം അല്ലല്ലോ, ഈശ്വര വിശ്വാസി പോലും ആയിരുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. യഥാർത്ഥത്തിൽ അതാണ്, സൂക്ഷ്മ പരിശോധിച്ചാൽ കാണാം, ഈശ്വര വിശ്വാസി പോലും ആയിരുന്നില്ല. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, സൗദി അറേബ്യ ചരിത്രത്തിൽ ഒന്നും ആയിരുന്നില്ല. പിന്നെ എങ്ങനെ സൗദി അറേബ്യക്ക് മാറ്റമുണ്ടായത്? ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരമുള്ള ഒരു ജനതയാക്കി അള്ളാഹുവിന്റെ റസൂൽ അവരെ മാറ്റി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 1ാം വോള്യത്തിൽ 195 മുതൽ 206 വരെയുള്ള പേജുകളിൽ പറയാം. അതിന് അദ്ദേഹം പറഞ്ഞ 2 കാരണം. ഒന്ന്, വിശുദ്ധ ഖുർആൻ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അതിനനുസരിച്ച് മാതൃക കാണിച്ചിട്ടാണ് ആ ജനത മാറിയത്. ഇപ്പൊ ഖുർആനിലെ പല ആയത്തുകളിൽ നിങ്ങൾക്ക് കാണാം, വൈൻ കാനോ മിൻ ഖബലി ലഫീ ളലാലിൻ മുബീൻ. ഒന്ന് ആലോചിച്ചു നോക്ക് യുവാക്കളെ, ഈ മരവട്ടം ജംഗ്ഷനിലുള്ള മുജാഹിദുകളൊന്നും നിങ്ങൾ അംഗീകരിക്കണ്ട. പക്ഷേ അള്ളാന്റെ ഖുർആൻ ഒരു ചെവി കൊടുത്തൂടെ നമുക്ക്? നമ്മുടെ കയ്യിലുള്ള ഖുർആൻ നിങ്ങളുടെ കയ്യിലുള്ള, ഞങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ വേറെയാന്നൊക്കെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് ആളുകൾ. മുജാഹിദുകളുടെ കയ്യിലെ ഖുർആൻ വേറെയാണ്. പേരോട് ആ പൂനൂരിനടുത്ത് കോളിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ മുജാഹിദുകൾക്ക് ഒരു പള്ളി വരുന്നതിന് മുമ്പ് ആ പള്ളിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് വിലക്കി നടത്തിയ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ കാര്യം, ഇവർക്ക് അല്ലല്ല, ഇവർക്ക് നബിയില്ല. എന്തിന്? ഇവരുടെ ഖുർആൻ പോലും നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അല്ല ജനങ്ങളെ. അങ്ങനെ വരെ പറഞ്ഞിട്ടുള്ള കൗമാണ് ഈ കൗം. നിങ്ങളുടെ കയ്യിലെ ഖുർആൻ ഞങ്ങളുടെ കയ്യിലെ വേണ്ട. ഇന്ന് സുന്നികൾ എന്ന് പറയുന്ന EKP സുന്നികൾ എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിൽ ഒരു ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിൽ ഞാൻ അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെ ഖുർആൻ എടുത്ത് വെച്ച് നോക്കിയിട്ടെങ്കിലും ഒന്ന് നന്നാകാൻ ശ്രമിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെന്നറിയോ? വ്യക്തമായ വഴികേടിലായിരുന്നു ആ ജനത. ആ ജനത മിൻ കബലു, ഇതിനു മുമ്പ്. ഏതിനു മുമ്പ്? ഒരായത്തിന്റെ അവസാന ഭാഗം ഞാൻ ഓതിക്കളിപ്പിച്ച്. എന്തിനാ അവസാന ഭാഗം ഓതിക്കളിപ്പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ആ ജനത വ്യക്തമായ വഴികേടിലായിരുന്നു. ഇതാരാ പറയുന്നത്? അല്ലാഹ് പറയാണ്. അള്ളാന്റെ ഗ്രന്ഥത്തിൽ എവിടെ? 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 164-ാമത്തെ വചനം, 62-ാം അധ്യായം സൂറത്തു സഫ് 2-ാമത്തെ വചനം. തീർന്നില്ല. എങ്ങനെ ആ സമൂഹം നന്നാകണം അത് പറയണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പോലും എന്താണ്? റബ്ബനാ വബഅസ ഫീഹിം റസൂല. അല്ലാഹ് ഈ മക്കക്കാർക്ക് വേണ്ടി ഒരു നബിയെ നീ നിയോഗിച്ചു കൊടുക്കണം ഈ നാട്ടുകാർക്ക് വേണ്ടി. ആ നബിയുടെ ദൗത്യം എന്തായിരിക്കണം? വയുസക്കീഹിം, ആ നബി അവരെ സംസ്കരിക്കണം. നോക്കേ, ആ നബി അവർക്ക് ഏറ്റവും നല്ല സംസ്കാരം ഉണ്ടാക്കി കൊടുക്കണം. ആ സംസ്കാരം അവർക്ക് എങ്ങനെ ഉണ്ടാവുക? അതിന് നബി ഉപയോഗിച്ച ആയുധം എന്താകണം? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. കണ്ടോ ആ ആയത്തിന്റെ ഒരു പൊരുൾ കണ്ടോ? എങ്ങനെയാ അവരെ നന്നായത്? നബി അവരെ ഏറ്റവും നല്ല മനുഷ്യന്മാരാക്കി എന്നുള്ളതിലെ മുസ്ലിങ്ങൾക്ക് ആർക്കും ഒരു അഭിപ്രായമില്ല. ആ മുസ്ലിങ്ങൾക്കും ഇല്ല. അത് നബീന്റെ വചനായിരുന്നു. ഖുർആൻ ദൈവികമല്ല, അത് പ്രവാചകന്റെ കഴിവാണ് എന്നേ നിരീശ്വരവാദികളും ഭൗതികവാദികളും ഇതര മതവിശ്വാസികളും ഒക്കെ വിശ്വസിക്കുന്ന കാര്യം. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയെടുത്ത് കൊടുത്തു.
നിരന്തരമായ ഖുർആനോത്ത്. അതാണ് നബി അങ്ങാടിയിലെ ജനങ്ങളെ എങ്ങനെ നന്നാക്കിയത്. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു. അതെ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തു. നിരന്തരമായ പഠിപ്പിക്കൽ. ഖുർആൻ ഓതി ഇങ്ങനെ കേൾപ്പിച്ചപ്പോ അവരെ കണ്ണു നിറഞ്ഞു. നിങ്ങൾക്കറിയാലോ, പല സ്വഹാബിമാരും കരഞ്ഞു. അബൂജഹൽ ഏറ്റവും വലിയ ശത്രുവായിരുന്നില്ലേ ഖുർആന്റെ? നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. ഈ അബൂജഹൽ പോലും അബൂ സുഫിയാനോട് പറയാ, നമ്മൾ ഖുർആൻ കേൾക്കരുത്, നമ്മളായിട്ട് അനുയായികൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കാം, മുഹമ്മദ് ഖുർആൻ ഓതുമ്പോ കേൾക്കൂല. സത്യത്തിൽ എന്താ ഉണ്ടായതറിയോ? തീരുമാനം എടുത്തു എന്നല്ലാതെ അന്ന് രാത്രിയായപ്പോ അബൂജഹലിന്റെ കാലിങ്ങനെ തരിക്കുക, അതൊന്ന് കേൾക്കണം, അതൊന്ന് കേൾക്കണം, അതൊന്ന് കേൾക്കണം. എന്നിട്ട് അബൂജഹൽ ഈ ഇരുട്ടത്ത് ലോകത്താരും കാണാതെ മെല്ലെ മെല്ലെ റസൂലുള്ളാഹിന്റെ വീടിന്റെ അടുത്ത് പതുങ്ങി പിന്നിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് പതുങ്ങി പതുങ്ങി ചെന്നപ്പോ ഒട്ടും തന്നെ ഒറ്റ മുട്ടല്. നോക്കുമ്പോ അബൂ സുഫിയാൻ രണ്ടാള് വെച്ചിരിക്കണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലും രണ്ടാം ശത്രുവായ അബൂ സുഫിയാനും പിന്നെ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ്, നമുക്കറിയാലോ. ഇവർ രണ്ടുപേരും പലതവണ തീരുമാനിക്കുകയാണ്, എന്നാ ഇനി നാളെ എന്തായാലും കേൾക്കരുത്. എന്നിട്ടും കേട്ടുപോവുകയാണ്, എന്നിട്ടും കേൾക്കുകയാണ്. ഇപ്പൊ മുജാഹിദുകളുടെ പ്രസംഗം ഒരു നാട്ടിൽ നടക്കുകയാണെ, ഉസ്താദുമാർക്ക് അപ്പം വയറ്റുന്നു. അപ്പൊ പോവും. എന്താ വേറൊന്നുമില്ല, ഒരു പ്രസംഗം ഒരാട് നടത്തിയാണ്ടല്ലോ ഉസ്താദിന് പിന്നെ നിക്കക്കള്ളി ഉണ്ടാവും. അതെന്തുകൊണ്ട്? ഞങ്ങളുടെ കയ്യിലെ 2 ആയുധങ്ങൾ വല്ലാതെ പേടിക്കുന്നു, വല്ലാതെ പേടിക്കുന്നു, ഭയങ്കരമായി പേടിക്കുന്നു. ആയത്ത് നമ്പറും വചന നമ്പറും ഒക്കെ പറയുന്നതിൽ നിങ്ങൾ പേടിക്കുക. മുജാഹിദുകൾ കാരണം എന്നറിയോ, എന്നോടിപ്പോ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. ഇപ്പൊ സൗദിയിൽ ഈ അടുത്ത് വിളിച്ചിട്ട് AP സുന്നിയായിരുന്ന ഒരാള് മുജാഹിദായിട്ട് അയാൾ പറയാണ്, ബാലുശ്ശേരി ഒരിക്കലും നിങ്ങൾ ഖുർആൻ ആയത്ത് പറയുന്നതും അധ്യായ നമ്പർ പറയുന്നതും മരിക്കണ വരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ നമ്പർ പറച്ചിലാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കിട്ടി, എനിക്ക് ഹിദായത്ത് കിട്ടി, അല്ലെ ഞാൻ ശിർക്കിലായി മരിച്ചുകയായിരുന്നു. കാരണം നിങ്ങൾ എന്നെ പറയുന്നുണ്ട് ഓതുന്ന ആയത്ത് സുന്നി പരിഭാഷ നോക്കിക്കോളി, ഞങ്ങളത് നോക്കണ്ട നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ നോക്കിയിട്ട് ഞാൻ മുജാഹിദായതാണ്. സുന്നി പരിഭാഷയെ ഞാൻ നോക്കല്, അധ്യായ നമ്പറും നിങ്ങളിത് നോക്കും, വചന നമ്പറും നിങ്ങൾ പറയുന്നത് നോക്കും. ആയത്തും വചനവും അർത്ഥമൊക്കെ ഞാൻ സുന്നിയുടെ പരിഭാഷ എന്നാ നോക്കി, എന്നിട്ട് വരെ ഞാൻ മുജാഹിദായി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്, എന്നെ പോലെ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്ത് പറയുന്നത്, മുജാഹിദുകൾ ഇഷ്ടം. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ പ്രസംഗം തുടങ്ങി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ആയത്തുകൾ ഓതി, എല്ലാ ആയത്തുകളും പറഞ്ഞു. അതിലെ സൂറത്ത് അബസയിലെ 34 മുതൽ 37 വരെയുള്ള വചനാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി എന്ന് തുടങ്ങുന്ന വചനം. അത് മാത്രമേ പറയാതിരുന്നു, അതിപ്പോ ഞാൻ ഇവിടെ പൂർത്തിയാക്കി. ഒരുപാട് ആയത്തുകളെ നിങ്ങൾക്ക് ബോധിച്ചത്. മുജാഹിദുകൾ നിരന്തരമായ ആയത്തോതുന്നത് എന്തുകൊണ്ട്? ഖവാരിജികളുടെ പണി അതിന് വരെ അംസക്കോയ ബാക്കവി എനിക്ക് മറുപടി അറിഞ്ഞപ്പോ ഒരിക്കലും പറയുന്നു. ഞാനിങ്ങനെ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ നിരന്തരമായി ഓതി പ്രസംഗിച്ചപ്പോ അംസബാക്കവിക്ക് പിന്നെ മറുപടിയില്ല. അയാൾ കൊയങ്ങി. പിന്നെ അയാൾ പറയാണ്, വിരോധം അത് ഖവാരിജികൾ ഓതിയിരുന്ന, ഖവാരിജികളാണ് ഏറ്റവും കൂടുതൽ ആയത്തോതുക, ഇവര് ഖവാരിജികളുടെ അനുയായികളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കാന്തപുരം ഒരുപാട് ഹിഫ്ള് കോഴ്സ് നടത്തുന്നുണ്ടല്ലോ, അവിടൊക്കെ കുട്ടികളെ കൊണ്ട് നിരന്തരമായി ഓദിക്കുന്ന ഖുർആനാ, അപ്പൊ അത് ഖവാരിജ് കുട്ടികളാ എന്ന് ചോദിച്ചപ്പോ അതിന് അംസക്കോയ മിണ്ടിയില്ല. നാട്ടുകാർക്ക് മനസ്സിലായി, നാട്ടുകാരിപ്പം വളരെ ഫോർവേഡാണ് ആണല്ലോ. ജനങ്ങളൊക്കെ ഒരുപാട് ഉത്ബുദ്ധരാണ്. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലുള്ളാഹ് എന്താ ചെയ്ത്? ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ നിങ്ങൾക്ക്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവൊന്നുമല്ലല്ലോ. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ദുർബലനായ ഒരു മനുഷ്യനായിരുന്നു, ശാരീരികമായി വിശ്വാസപരമായി അപാരമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സൂറത്ത് റഹ്മാൻ ഇറങ്ങിയപ്പോ ഭയങ്കര ആഗ്രഹം, ഉത്കടമായ ആഗ്രഹം, മക്കയിലെ ബിംബാരാധകർക്ക്, മനസ്സിലായോ, ബൗദ്ധൈവ വിശ്വാസികൾക്ക്, അമുസ്ലിങ്ങൾക്ക് സൂറത്ത് റഹ്മാൻ ഓതിക്കൊടുക്കണം. അങ്ങനെ അദ്ദേഹം കാബത്തിന്റെ പരിസരത്ത് അബൂജഹലും കൂട്ടരൊക്കെ ഇരിക്കുന്നിടത്ത് ഇതങ്ങോട്ട് ഓതി സൂറത്ത് റഹ്മാൻ. 31 തവണയാ ഒരധ്യായത്തിൽ ഒരേ ആയത്ത് ആവർത്തിക്കുന്നത്, അല്ലേ? ഓതിയിട്ട് സൂറത്ത് റഹ്മാൻ 55-ാം അധ്യായം അത് പാതി ഇങ്ങോട്ട് ആയപ്പോഴേക്ക് തന്നെ ആളുകൾ മാറുന്നുള്ളൊരു ഘട്ടം വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ അടിച്ചു കളഞ്ഞു, തല്ലിക്കളഞ്ഞു. അടിച്ചിട്ട് ചുണ്ടൊക്കെ പൊട്ടി ചോരയൊക്കെ ഒലിപ്പിച്ച് അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പൊ സ്വഹാബിയോട് ചോദിച്ചു, അബ്ദുല്ലാ വളരെ ദുർബലന്, കാലൊക്കെ മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു ഈ സ്വഹാബി, മനസ്സിലായോ? നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലേ വേണ്ടാ പണിക്ക് പോണ്ടാന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, എനിക്ക് അടി കിട്ടിയതിനേക്കാൾ വലിയ വേദന നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നുള്ളതാണ്.
മനസ്സിലായോ? എനിക്ക് അടി കിട്ടിയതിനേക്കാൾ വലിയ വേദന, എന്നിട്ട് ബാക്കി അതേ ഓതി കൊടുക്കുകയാണ്. അപ്പൊ സ്വഹാബികളൊക്കെ ഖുർആൻ നിരന്തരമായി ഓതി കൊടുക്കുകയാണ്. ഏറ്റവും രസകരമായ സംഗതി എന്താ അറിയ നിങ്ങള്? 114 അധ്യായല്ലേ ഖുർആനിലുള്ളത്? അതിലെ 91 അധ്യായവും റസൂല് മക്കയിലെ മുഴുവൻ ആളുകൾക്ക് ഓതി കൊടുത്തു. അതാ പോയിന്റ്, മുഴുവൻ ആളുകൾക്ക് ഓതി കൊടുത്തു. ഏതെങ്കിലും ഒരാൾ നബിയിൽ നിന്ന് ഖുർആൻ കേൾക്കാതില്ല. മക്കയിലെ എല്ലാ വകുപ്പിൽപ്പെട്ടവരും റസൂലുള്ള ഓതി കൊടുക്കണം. കാരണം ഇത് അള്ളാന്റെ കലാമാണ്. യാ അയ്യുഹൻ നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ എന്ന് പറഞ്ഞു 10-ാം അധ്യായം 57. ഇത് ജനങ്ങൾക്ക് മുഴുവനുള്ള അള്ളാന്റെ ഉപദേശമാണ്. ഉപദേശം മനുഷ്യന് മനസ്സിലാകണ്ടേ? ഖുർആൻ മുഴുവനും ഉപദേശമാണ് എന്നല്ല പറയാ. എങ്കിൽ ആ ഉപദേശം മനുഷ്യർക്ക് മനസ്സിലാവണ്ടേ? ആവണ്ടേ? നിങ്ങൾ നാട്ടുകാര് പറയും, ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ കുട്ടിക്ക് എടുത്തു കൊടുക്കണേ, കുട്ടിക്ക് മനസ്സിലാവണ്ടേ? കൂട്ടരെ മനസ്സിലാവണം എന്നുള്ളത് നമ്മളൊക്കെ അംഗീകരിക്കണില്ലേ? അപ്പോ ലോകത്തിന് മാർഗദർശനമായി അള്ളാഹ് അവതരിപ്പിച്ച ഗ്രന്ഥാണ് ഖുർആൻ. അപ്പൊ ജനങ്ങൾക്കത് കിട്ടണം എന്ന് മുജാഹിദുകൾ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി അങ്ങനെ ചെയ്ത് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആൻ ഓതി അങ്ങോട്ട് കൊടുത്ത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിമർശിക്കണല്ലോ. ഇവരുടെ ഏറ്റവും വലിയ ഷെയ്ഖ് കാന്തപുരം അയാൾ പറയാണ്, ഇവരിങ്ങനെ ഖുർആൻ ഓതും. ആര്? മുജാഹിദുകള്. ഇഷ്ടം പോലെ 2 മണിക്കൂറിൽ 100 കണക്കിനായത് അംഗീകാരാണ്. കാരണം എന്താ അറിയോ? എന്തിലേക്കാ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്? ഖുർആനിലേക്ക്, സുന്നത്തിലേക്കും. കാന്തപുരം പറയണെന്ന് മുജാഹിദുകൾ 2 മണിക്കൂർ കിട്ടിയ 100 കണക്കിനായ തോന്നുന്നു. വേറൊരാളല്ല. ഇനി അതിനേക്കാൾ വലിയൊരു പടച്ചോയെ AP സുന്നക്ക് വേറില്ല. അതിന്റെ തായാണ് അള്ളാഹ്, അതിന്റെ തായാണ് ജിബ്രീൽ, അതിന്റെയും തായാണ് മുഹമ്മദ് നബി. സത്യം, AP സുന്നികളെ സംബന്ധിച്ചിടത്തോളം അള്ളയും റസൂലും ഒക്കെ എഴുതിയതാ. കാന്തപുരം റസൂലാന്ന് വരെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അത്ര വരെ ഈ കൗമെത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങളെല്ലാം മനസ്സിലാക്കുക, മുജാഹിദ് പ്രസ്ഥാനം 100 കണക്കിന് ആയത്തോതുന്നു. മനസ്സിലായോ? എന്നിട്ട് അതിന്റെ അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ പറയും. നമ്മളോ സുന്നികളോ നമ്മൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1-2 ആയത്ത്, ബാക്കിയൊക്കെ ഇമാമിങ്ങളുടെ കൗല്, ചരിത്രം, അതിന്റെ അങ്ങക്കുള്ള ദുരന്തവും. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എന്താ ചെയ്തത്? ഖുർആൻ ഓതിക്കൊടുത്ത് നന്നാക്കി ജനങ്ങളെ. അല്ലേ? മാത്രമല്ല അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് 3 ഗുണം ഉണ്ടാവുന്ന 3 ഗുണം. ഒന്ന്, അള്ളാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയം പേടിച്ചു നടുങ്ങും. രണ്ടാമതോ, വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ കൂടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈമാൻ കുറയാണോ വേണ്ടത്, കൂടുകയാണോ വേണ്ടത്? ഈമാൻ കൂടല്ലേ വേണ്ടത്? അള്ളാഹ് പറയാണ് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ കൂടും. അതുകൊണ്ട് മുജാഹിദുകൾ എന്ത് ചെയ്യും? 2 മണിക്കൂർ കൊണ്ട് അവന് നല്ല ഈമാൻ ഉണ്ടാക്കാൻ മാക്സിമം ആയത്തോതും. ഇയാള് പറഞ്ഞതോ 2 മണിക്കൂറിൽ 1-2 ആയത്ത്. അതുകൊണ്ടല്ലേ AP സുന്നക്ക് ഈമാൻ ഇല്ലാതായി പോയത്. AP സുന്നയുടെ കൂട്ടത്തിലും EK സുന്നയുടെ കൂട്ടത്തിലും ഒക്കെ ഈ ദുരന്തം വന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഓതാത്തോണ്ടാണ്, ഖുർആൻ പഠിപ്പിക്കാത്തോണ്ടാണ്. മുജാഹിദുകൾക്ക് ഖുർആൻ തിരിയുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിരന്തരമായി ഓതി കൊടുക്കുന്നുകൊണ്ടാണ്. ഈ വസ്തുത ഖുർആൻ അംഗീകരിക്കാൻ 8-ാം അധ്യായം 2-ാമത്തെ വചനം. ഇനി കാന്തപുരം ഇതിനെ പറ്റി പറയുന്ന രംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കി, ഇന്ന് നിങ്ങൾ കാര്യങ്ങളൊന്ന് വിലയിരുത്തി. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം. എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും. ഖുൽഹു അല്ലാഹു അഹദ് 38, 48 എന്ന് വന്നിരിക്കണേ. എല്ലാ ആയത്തിനും പേര് തെറ്റിപ്പോണ്ടാ പേജും. സുന്നികൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആകെ 1 ആയത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ കൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹീങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ വായനയിലുണ്ടാകുക. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുതുറേ ഓതും. ഒന്ന് എല്ലാരും കേട്ടിട്ടൊന്ന് വിലയിരുത്തി നോക്കി, എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞ്. ഒന്ന്, ഇവരിങ്ങനെ ധാരാളം ഖുർആൻ ഓതും. എന്നിട്ട് കൃത്യമായി ഖുർആനിന്റെ അധ്യായ നമ്പർ പറയും. എന്നിട്ട് മൂപ്പര് പറയണത് സൂറത്ത് ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ്, അതറിയാത്ത ഏതെങ്കിലും കുട്ടികൾ നമ്മൾ സദസ്സിൽ എന്നിട്ട് പറയാം 38-48. ഖുർആനിലെ സൂറത്ത് ഇഖ്ലാസ് 112-ാമത്തെ അധ്യായം എന്നറിയാത്ത ലോക്കൽ മക്കളുണ്ടാകും ദുനിയാവിൽ. ഇവരെ ഏറ്റവും വലിയ ലീഡർ വിജ്ഞാനം അത്. ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ് 38-48 അത്രേ. 112-ാമത്തെ അധ്യായത്തിലെ വചനം അത്. അതുപോലെ അറിയില്ല. ഒരു മുജാഹിദ് 38-48 ഖുൽ ഹുവല്ലാഹു അഹദ് പറഞ്ഞിട്ടില്ല. നോണ, പച്ച നോണ. പിന്നെ നോണയായിരിക്കില്ല, മൂപ്പർക്ക് അറിഞ്ഞൂടാ. കാരണം മൂപ്പരിത് കണ്ടിട്ടില്ല. ലോക മുസ്ലിമിങ്ങൾക്ക് അള്ളാഹ് അവതരിപ്പിച്ച സാധനങ്ങൾ ഖുർആൻ, വിശുദ്ധ ഖുർആൻ.
അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ എന്റെ നാട്ടുകാരനാ, എനിക്കറിയാം. അപ്പൊ എല്ലാരും മനസ്സിലാക്കി, ഇവർക്ക് അറിയില്ല. ഇനി രണ്ടാമത് പറഞ്ഞതോ, മുജാഹിദുകൾ ഖുർആൻ ഇങ്ങനെ ഓതും, ഞമ്മളോ സുന്നികളോ, മുമ്പ് പറയാ സുന്നികളോ ഇമാമുമാരുടെ കൗല്. ഇനി നിങ്ങൾ ആലോചിച്ച, അള്ളാന്റെ ഖുർആനേക്കാൾ വലുതല്ലേ സുന്നിക്ക് ഇമാമുമാരുടെ കൗല്? അതുകൊണ്ടല്ലേ പേച്ചത്. മുജാഹിദക്ക് ഖുർആൻ പ്രധാനായി, അതുകൊണ്ട് ഒരു പേച്ചില്ല. കാരണം ഖുർആൻ അള്ളാഹുവിന്റേതാണ്. അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ നിന്നുള്ള മാർഗദർശനം അത് വന്നു കിട്ടിയാൽ, സൂറത്ത് മാഇദ 5-ാം അധ്യായം 44-46 വചനങ്ങൾ. അല്ലാഹ് ഖുർആനിലെ 2-ാം അധ്യായം 38 പറയുന്നത്, എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ പിൻപറ്റി ജീവിച്ചോളീ. അത് ഖുർആനാണ്. അള്ളാന്റെ കലാമിനല്ലേ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്? സുന്നികളോ, കാന്തപുരം പറയാ, സുന്നികളോ ഇമാമുമാരുടെ കൗല്, സ്വാലിഹുകളുടെ കൗല് അള്ളാഹിനേക്കാൾ വലുതാ ഇമാമുമാര്? അള്ളാന്റെ വചനതകൾ വലുതാണോ? റസൂലുള്ളാഹിന്റെ വചനതകൾ വലുതാണോ ഇമാമുമാരുടെ കൗല്? അതാ നിങ്ങൾക്ക് സംഭവിച്ച ദുരന്തോ? ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാമുമാരെ തള്ളിക്കളഞ്ഞവരാ ഞങ്ങള്. ആണോ? നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞത്? ഖുർആനും സുന്നത്തും ഓതുന്ന മുജാഹിദുകളെ വിമർശിച്ചുകൊണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് നടത്തല്ലേ കേരള യാത്ര? എന്തിന്? പ്രതാപം കാണിക്കാൻ, പണം ഉണ്ടാക്കാൻ, ജീവിക്കാൻ. ഇന്ന് ലോകത്തെല്ലാ ബിസിനസ്സും പൊട്ടുകയാണ്. എല്ലാവർക്കും സാമ്പത്തിക ദാരിദ്ര്യ. ഉസ്താദിനില്ല. ഉസ്താദിന് കോടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉസ്താദിന് ഒരിക്കലും വെച്ചടി കേട്ടാ ദുനിയാവില്, ആഖിറത്തിലല്ലോ അതിന്റെ ഇങ്ങനെ പദവി കുറഞ്ഞു വരും. മനസ്സിലായോ? ദുനിയാവില് പദവി കൂടും. പക്ഷേ ഒന്നറിയുക, പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ചും ചതിച്ചും ജീവിക്കാണ്. അവിടെയാ പറയുന്നത് ഇമാമുമാരുടെ, നിങ്ങൾ കേട്ടതാണല്ലോ, സാക്ഷാൽ കാന്തപുരാണല്ലോ പറഞ്ഞത്, ഖുർആൻ ഓതുക. എന്നിട്ട് മാത്രമല്ല, സുന്നികളോ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറിയ 1-2, മനസ്സിലായി, 1-2. അപ്പൊ മുജാഹിദുകളുടെ ആരോപണം വ്യക്തമാണല്ലോ. ആണല്ലോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്താ ചെയ്യാ? ഇതുപോലെ LCD ഇടും, എന്നിട്ട് 45-50 ക്ലിപ്പിംഗ് അപ്പുറം കട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചിട്ട് ആയത്തോതാൻ എവിടെ നേരം, ഹദീസ് ഓതാൻ എവിടെ നേരം? അതുകൊണ്ടല്ലേ ഖൗമിന് ഈമാനില്ലാതെ പോയത്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ എന്നത് അല്ലാഹ് പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ടേ ഞങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യും. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇമാമുമാരുടെ കൗല് പറയില്ല. ഖുർആനിലും സുന്നത്തിലും ഞങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണ് ഇമാമുമാര് മനസ്സിലാക്കിയതെന്ന് പറയാനാണ് ഞങ്ങൾ ഇമാമുമാർ ഉദ്ധരിക്കുക. അല്ലാതെ ഖുർആൻ മാറ്റിവെച്ച്, സുന്നത്ത് മാറ്റിവെച്ച് ഇമാമുമാർക്ക് പ്രാധാന്യം കൊടുക്കൽ സുന്നികളാണ് എന്ന് സാക്ഷാൽ കാന്തപുരമാണ് പറയുന്നത്. പിന്നെയോ, മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു നാട്ടിൽ വന്നാൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മുജാഹിദുകള് ഭിന്നിപ്പുണ്ടാക്കും എന്നാ പറയുന്നത്. മുജാഹിദുകള് ഭിന്നിപ്പുണ്ടാക്കും. യഥാർത്ഥത്തിൽ മുജാഹിദുകള് ഭിന്നിപ്പുണ്ടാക്കുകയാണോ? ഒരർത്ഥത്തിലാണ്. അതെങ്ങനെ? അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു നാട്ടിലുണ്ടായിരുന്ന 50 പേരും ഒന്നിച്ച് കള്ളു കുടിക്കുന്നവരാണെങ്കിൽ അവര് ഉപദേശിക്കും മുജാഹിദുകൾ, അവർക്കിടയിൽ ഇടപെടും. എന്നിടയിൽ ഒരു 10-20 ആളുകൾ ഇനി ഒരിക്കലും മദ്യപിക്കൂല എന്ന് തീരുമാനിക്കും. അപ്പൊ ബാക്കിയുള്ള 30 പേര് അവരെ ക്ഷണിക്കുമാരൊരു ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല. അങ്ങനെ അവരൊന്ന് തെറ്റു, അവർക്കിടയിൽ ഭിന്നത ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭിന്നത. മനസ്സിലായോ? ബാപ്പയും മോനും ഭാര്യയും മക്കളും എല്ലാം ശിർക്കിലായിരുന്നു. ആ വീട്ടിലേക്ക് ഞങ്ങൾ തൗഹീദ് എത്തിച്ചെടുക്കുമ്പോ ബാപ്പാക്ക് ചിലപ്പോ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും, ഭാര്യക്ക് ക്ലിക്ക് ചെയ്യും, മക്കൾക്ക് ചെയ്യൂല. ചിലപ്പോ മക്ക കൈകാര്യം കിട്ടുക. അപ്പൊ ബാപ്പയും മക്കളും അതുവരെ ശിർക്കിൽ നല്ല ഐക്യത്തിലായിരിക്കും. അപ്പൊ അവര് ഭിന്നിക്കും. ഒരു കൂട്ടർ തൗഹീദിന്റെ ആളും ഒരു കൂട്ടർ ശിർക്കിന്റെ ആളും. ഇതാണ് മുജാഹിദുകൾ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ്. പക്ഷേ സാക്ഷാൽ ആദർശത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടായാൽ അത് നമ്മൾ നോക്കണ്ട, അത് കുഴപ്പമില്ല. ആ ഭിന്നിപ്പ് ഉണ്ടാവും വിചാരിച്ചിട്ട് നമ്മൾ പറയാതിരിക്കരുത് എന്ന് കാന്തപുരം തന്നെ പറയണം. മുജാഹിദുകൾ അതുകൊണ്ടാണ് ഏത് സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാവും വിചാരിച്ചിട്ട് ഹക്ക് പറയാതിരിക്കാൻ മുജാഹിദുകൾക്ക് പറ്റൂല. അതുകൊണ്ടാണല്ലോ മുജാഹിദുകൾ എല്ലാ മഹലിലും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദോഷല്ല, ജനങ്ങൾ നന്നാകാൻ ഭിന്നിപ്പുണ്ടായിക്കോട്ടെ. ഭിന്നിപ്പുണ്ടാകുന്നവരാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെവി കൊടുക്കേണ്ടതില്ല എന്ന് കാന്തപുരം തന്നെ പറയണം. എന്നിട്ട് എപ്പോഴും മുജാഹിദുകളെ പറ്റി പറയും ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് എന്ന്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സത്യത്തിനെതിരായി ഏതെങ്കിലും ഒരു വിഭാഗം വരുമ്പോൾ
അതിനെ എതിർക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുന്നത് വഴി ഭിന്നിപ്പുണ്ടാകണമെന്ന് ഭയപ്പെട്ട് നാം അടങ്ങിക്കൂടാ. തികച്ചും ഈ അസത്യത്തെ എതിർക്കുകയും അതിനെ ഖണ്ഡിക്കുകയും ചെയ്യണം. അതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടായാൽ നാം അതിന് ഉത്തരവാദികളല്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, സമൂഹം തിന്മയിലാകുമ്പോ അവരെ ഖണ്ഡിച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ടി വരും. അതിന് ഭിന്നിപ്പുണ്ടാക്കി എന്ന് ആരും പറയരുത്. ഇന്ന് എല്ലാ കേരളത്തിൽ എല്ലായിടത്തും മുജാഹിദുകൾ നല്ല ആദർശ പ്രബോധനമൊക്കെ നടത്തുമ്പോ ആളുകൾ പറയും ഭിന്നത ഉണ്ടാക്കാനാണ്. പക്ഷെ അള്ളാഹു ഖുർആനിൽ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ ഭിന്നിപ്പുണ്ടാവും വിചാരിച്ചിട്ട് ന്യായം പറയാതിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു എന്ന് തെളിവ് ധരിച്ചുകൊണ്ട് കാന്തപുരം പറയുന്ന രംഗങ്ങൾ കേട്ട് അതേ മുജാഹിദുകൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇവിടെ മറ്റുള്ള മുസ്ലിം സംഘടനകളിൽ ദൂരവ്യാപകമായ ഇസ്ലാമിക വിരുദ്ധ സമീപനങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഖുർആനും സുന്നത്തും തെളിവാകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ ഒരു കാര്യം ദീനാകണമെങ്കിൽ അത് നബി പറയണം, നബി പ്രവർത്തിക്കണം, നബി മൗനാനുവാദം നൽകണം, അതേ ദീനാകുള്ളൂ. എന്നാൽ സത്യത്തിൽ മുജാഹിദുകളെ കുറിച്ചുള്ള ആരോപണം എന്തായിരുന്നു? ഇവർ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അംഗീകരിക്കൂല, ഇവര് ബിദ്അത്തിന്റെ ആളുകളാണ്, ഇവർ സ്വഹാബികൾ അംഗീകരിക്കൂല. പ്രത്യേകിച്ച് AP സുന്നികൾ മുജാഹിദുകളെ പറ്റി പറയുന്ന അതാണ്. ആ കാര്യത്തിൽ ആദർശപരമായി AP സുന്നികൾ ഒന്നാണല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല, ഇല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യേണ്ടതില്ല, നബി പഠിപ്പിക്കേണ്ടതില്ല, നബി പറയേണ്ടതില്ല ഒരു കാര്യം ദീനാകാൻ എന്നാണ് AP സുന്നികൾ പറയുന്നത്. സ്വഹാബികൾ ചെയ്യണമെന്നില്ല. മുജാഹിദുകൾ ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു, സ്വഹാബികൾ നബിയിൽ നിന്നുണ്ട് മനസ്സിലാക്കി, അത് ഖുർആൻ സ്ഥിരീകരിച്ച കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ചത്. പക്ഷെ ഇപ്പോ ഇവരുടെ അങ്ങ് എറണാകുളത്തുനിന്ന് അങ്ങോട്ട് ഒരു വായാടി പ്രഭാഷകനുണ്ട്. ആ പ്രഭാഷകൻ ഫാറൂഖ് നഈമി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ. അയാൾ പറയാണ് നബി ചെയ്യണമെന്നില്ല ഒരു കാര്യം ദീനാകാൻ, സഹാബികൾ ചെയ്യണമെന്നില്ല ഒരു കാര്യം ദീനാകാൻ. അത് ഷറയിലുണ്ടായാതി. ഷറ പിന്നീട് ഉണ്ടായതാ? ആരുണ്ടാക്കിയതാ? ഇതെന്താ? ഇതാണ് ഇവരെന്താ പറയുന്നതെന്ന് ഇവർക്കറിയില്ല. അത്തരമൊരു പ്രഭാഷണം ഒരു പുരോഹിതന്റെ, കാരണം ഇവർക്ക് എന്തറിയോ, മുടിയുടെ കാര്യത്തിൽ സനദില്ല എന്നറിയാം. ഇവർ ചെയ്യുന്ന പലതിനും റസൂലിന് തെളിവില്ല. അതുകൊണ്ട് അത് പറഞ്ഞു വെക്കുകയാണ്. നബി പഠിപ്പിക്കണമെന്നില്ല. കാരണം ആളുകൾ ശരം കണക്കെ ചോദ്യം തുടങ്ങി. നിങ്ങൾ ഈ ചെയ്യുന്നതിൽ നബി ചെയ്തിട്ടുണ്ടോ? ഹദീസ് കാണിക്കാൻ വയ്യ. നിങ്ങൾ നിസ്കരിക്കുന്ന തറാവീഹിന് ഹദീസ് തെളിവുണ്ടോ? കാണിക്കാൻ വയ്യ. നിങ്ങൾ കാണിക്കുന്ന ഈ നരനായാട്ടിന് ഇസ്ലാം തെളിവുണ്ടോ? കാണിക്കാൻ വയ്യ. അപ്പൊ പിന്നെ ഉസ്താദുമാര് അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാര് ആളുകൾക്കിടയിൽ പറയാണ് നബി ചെയ്യണമെന്നില്ല, സഹാബികൾ ചെയ്യണമെന്നില്ല ദീനാകാൻ. പിന്നെ ആര് ചെയ്യണോ? ഉസ്താദോ കാന്തപുരോ? ആര് ചെയ്താൽ അങ്ങക്ക് ദീനാവുക? ആ ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ, രേഖയാകണമെങ്കിൽ, സമ്മതിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നബി തങ്ങൾ ചെയ്തോന്ന് ചോദിച്ചു വരുമ്പം ചാടി ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നബി തങ്ങൾ ചെയ്താലേ ഇസ്ലാമാവൂന്നില്ല, ഒരു കാര്യം സഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല, ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. മാ ഖാമ അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ഒരു വിഷയത്തിന് ഇസ്ലാം പ്രമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ, അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ?
ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാം അല്ലാത്തത് ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട എവിടെ എത്തുന്നു നമ്മുടെ സമുദായം. നബി ചെയ്തോ എന്ന് ചോദിച്ച് ചാടി വരുമ്പോഴേക്ക് ബേജാറാകണ്ട. അപ്പൊ എന്തുണ്ടായിട്ടുണ്ട്? നബി ചെയ്തോ എന്നുള്ള ചോദ്യം നിരന്തരമായി നേരിടുകയാണ്. ആ നേരിടുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആർക്ക്? വലിയ ഹോജാക്കന്മാർക്ക്. ഇവരുടെ ഏറ്റവും വലിയ പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു ചങ്ങായത്. നിങ്ങൾ ആലോചിക്കണം, എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം വന്നപ്പോ സഹിക്കുന്നില്ല. അപ്പൊ നബിയെ തള്ളിക്കളഞ്ഞു. നബി പറയണ്ട, നബി പ്രവർത്തിക്കണ്ട, മൗനാനുവാദം നൽകണ്ട. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ഉണ്ടായത് നബി പഠിപ്പിക്കാത്ത എന്ത് ഇസ്ലാമിടോ? ഏത് ഇസ്ലാം? നീ പഠിപ്പിച്ച ഇസ്ലാം ഏതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഏത് ഇസ്ലാം? സ്വഹാബികൾ പഠിക്കാത്ത ഏത് ഇസ്ലാം? ആരുടെ ഇസ്ലാമാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. ടിവിയും അതുപോലെ മോണിറ്ററും, അതാണോ അത്? ഹദ്ദാദുർ റാത്തീബ് നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ മോണിറ്റർ ഉണ്ടോന്നായോ? ഇവനൊന്നും വിവരല്ലേ? എന്താ ഈ കൗമിന്റെ ഒരു അവസ്ഥ? ടി.കെ. ഹംസ വെറുതെ പറഞ്ഞല്ല, ആദാ ഖൗമുൻ ജാഹിലൂൻ. ഇന്റർവ്യൂല് പറഞ്ഞതാ. എ.പി. സുന്നിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാ? ഖിയാമത്ത് നാൾ വരെ നന്നാവുന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഹാദാ ഖൗമുൻ ജാഹിലൂൻ. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളെ മതത്തിൽ ഓരോന്നുണ്ടാക്കല് മോണിറ്ററുള്ള പോലെയാ? ആണോ? കമ്പ്യൂട്ടറും വാച്ചും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്ന പോലെയാണോ? ആണോ? സുബൈക്കുള്ള കുനൂത്തും അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയും നബിദിനവും ഉറൂസും ഒക്കെ മോണിറ്റർ ഉണ്ടായ മാതിരി ഉണ്ടായതാ? ആണോ? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബിദിനം കഴിക്കാത്തവൻ എന്താ പറയലു? ഓനാരാ? ഓൻ നബീനെ ധിക്കരിച്ചോന്നല്ലേ? മോണിറ്റർ വാങ്ങാത്തവൻ നബീനെ ധിക്കരിച്ചോ എന്ന് പറയാരെങ്കിലും? വളരെ സിമ്പിളായ ഒരു ചാതി. ഒരാൾക്ക് കമ്പ്യൂട്ടറിലെ നേരത്തെ കാഫറാവോ? നേരെ മറിച്ച് നബിദിനം കഴിച്ചിട്ടില്ല നിങ്ങളുടെ ഭാഷയിൽ ആരാ? നബി വിരോധി അല്ലേ? മോണിറ്റർ ഇല്ലാത്തൊരുത്തൻ സുന്നി മുജാഹിദ് ആവോ? എന്താ ഈ പറയുന്നത്? അപ്പൊ മോണിറ്ററിൽ കാഫറോ? എന്റെ ഈ വീട്ടിനോടൊക്കെ ആരെങ്കിലും ഇത് ജനങ്ങൾക്ക് മനസ്സിലാൻ പറയാം. ഇവന്റെ ഒക്കെ തലച്ചോറിൽ എന്താ ഉള്ളത് അല്ലാഹ്ക്കേ അറിയൂ. വെറുതെ ആയിരിക്കുമല്ലോ ടീച്ചർ ഈ ഭരിഞ്ഞ് കെട്ടണ തലക്ക്. ഭയങ്കര കെട്ട്, ഭയങ്കര കെട്ട്. അവിടെ കെട്ട് ഇടക്കിടക്ക് തുറന്നുകൊണ്ടാണ് പല ആളുകളും മുജാഹിദ് ഉസ്താദിലേക്ക് വന്ന് ഇവിടെ ഇരിക്കുന്ന ഉസ്താദൊക്കെയുള്ള ആളുകൾ. ആലോചിച്ച് ഇത് ഈ കൗമ് ഇതിങ്ങോട്ട് കടക്കരുത് എന്നാ. എന്തൊരു ചിന്തയാണ് ഈ കൗമിന്. ഈ കൗമിന്റെ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ചെയ്യേണ്ട അങ്ങനെയാണോ? ദീനിലെ ഏതൊരു കാര്യവും മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ രണ്ട് പോയിന്റുകൾ ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തോന്ന് ചോദിക്കുമ്പോഴേക്ക് ചാടി വീണ്ട. കാരണം നബി ചെയ്യണമെന്നില്ല ദീനിൽ തെളിവാകാൻ. അപ്പൊ ഏതാ ദീൻ? നബി പഠിപ്പിക്കാത്ത ഏതാ ദീൻ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും എന്ന് പറഞ്ഞ് റസൂലിലൂടെ പൂർത്തീകരിച്ച ആ ദീൻ, ആ ദീനിനെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ്? ഫഅലൽ മുഅ്മിനി. ഇത് ആരുടെ ഉദ്ധരണി എന്നറിയോ? ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഗനിയത്തു താലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത് അറിയോ? ഫഅലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്ന വൽ ജമാഅ. ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമാണ് എന്ത്? സുന്നത്ത് ജമാഅത്തിനെ പിന്തുടരുക എന്നത്. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ ചര്യയാക്കിയതാണ്. മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സ്വഹാബികൾ ഇജ്മാഅയി പറഞ്ഞത് അതാ ദീന്. അതേ ദീന് എന്ന് പറയൂ. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതില് വിശുദ്ധ പാരമ്പര്യം എന്നൊരു അധ്യായമുണ്ട്, 3-ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ അയാൾ തീർത്തു പറയാൻ നബിയിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടാത്തതൊന്നും മതാഊല പഠിച്ചോൽ എങ്ങനെ പറയുള്ളൂ? അതെ, നബിയിൽ നിന്ന് അതാ സുന്നത്ത്, അതാ സുന്നത്ത്. അത് നിഷേധിക്കുക. മാന അലൈഹിൽ യൗമ വഅസ്ഹാബി. റസൂലുള്ള പറഞ്ഞതാ. ഇതിനൊക്കെ നിഷേധിക്കാൻ കഴിയോ സമസ്തക്കാരെ? മാന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സ്വഹാബികളും ഇന്ന് എന്ത് വിശ്വസിച്ചുവോ, എന്താചരിച്ചുവോ, എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദീനാവുക. ഇത് പറയുന്ന മുജാഹിദുകൾ ദീനിന്ന് പുറത്ത്, ഇതിനെ എതിർക്കുന്ന സമസ്തക്കാര് ദീനിനകത്ത്. എന്തൊരു പുതുമയാണ് മനുഷ്യരെ ഇത്. നിങ്ങൾ കേട്ടതല്ലേ?
ഇതൊന്നും കളവല്ലല്ലോ, ഇതിന്റെ ഒന്നും അപ്പുറം കേൾപ്പിക്കേണ്ടതില്ലല്ലോ, ഇല്ലല്ലോ, വളരെ വ്യക്തമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളെയും ആരാ തള്ളിക്കളഞ്ഞത്? ആരാ ഇവിടെ തള്ളിക്കളയുന്നത്? ഇവരാണ്. ഇവരെന്ത് ചെയ്യണമെങ്കിൽ ഇവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ തള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫവറദ്ദുന. നാം പ്രവർത്തിക്കാത്തൊരു പ്രവൃത്തി ഒരാൾ ചെയ്താൽ അത് തള്ളണം. ഇയാള് പറയണതോ നബി ചെയ്യേണ്ടയില്ല, നമുക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഒന്നാമതായി മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ് വലുത്. ഒരു കാര്യം സ്വന്തമായിട്ട് ദീനിൽ ഉണ്ടാക്കാൻ പാടില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫവറദ്ദുൻ. ഒരാൾ ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു, നമ്മൾ പ്രവർത്തിക്കാത്തതാണ് റസൂലുള്ളാഹി പറയാൻ. നമ്മൾ നബി പ്രവർത്തിക്കണമെന്നില്ല ഈ ഖുറാഫി പറയുന്നത്. ഈ ജാഹിൽ പറയുന്നത് റസൂലുള്ളാഹി ചെയ്യണമെന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? മൻ അമില അമലൻ. ഒരാൾ ഒരു അമലിൽ നിന്നൊരു അമല് ചെയ്തു, എന്നിട്ട് നാം ചെയ്യാത്ത അമല് എങ്കിൽ ആ അമല് ദീനിൽ സ്വീകരിക്കപ്പെടില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫവറദ്ദുൻ. നമ്മൾ പഠിപ്പിക്കാത്ത ഒന്ന് ദീനിൽ ആര് ചെയ്താലും അതിനെ തള്ളേണ്ടതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ മുജാഹിദുകള് സലാത്തുകളെ എതിർക്കുന്നവരാണ്. മുജാഹിദുകൾ സലാത്തുകളെ എതിർക്കുന്നവരാണ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഏത് സലാത്തിനെയാണ് എതിർക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സമയത്ത് ഉണ്ടാക്കുന്ന സലാത്ത്, നബി പഠിപ്പിക്കാത്ത ലഫ്ളുകൾ ഉണ്ടാക്കിയ സലാത്ത്. ഓരോ സലാത്തുകൾ ഇവിടെ കമാലിയാ സലാത്ത്, നാരിയാത്ത് സലാത്ത്, പല സലാത്തുകളുണ്ട്, മുട്ടിപ്പടി സലാത്ത്, അങ്ങനെ പലതും. പിന്നെ മഗ്രിബ് നിസ്കാരം, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്ന കുറെ സലാത്തുകൾ, പൂർവ്വകാല തലമുറകൾക്കൊന്നും അറിയാത്ത സലാത്തുകൾ, അതൊക്കെ തുടങ്ങുന്നത് ഇവിടുത്തെ APK സുന്നികൾ തുടങ്ങും, EK സുന്നികൾ ഏറ്റെടുക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം ഈ നാടുകളിലുണ്ട്. ഇത് ഞങ്ങൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു തരിക. ഇത് പറയുന്നത് ഞങ്ങളല്ല. നിങ്ങൾക്കറിയാലോ, EK സുന്നികളുടെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി. അദ്ദേഹത്തോട് ഒരു സുന്നിയായ ഒരാൾ ചോദിക്കുകയും അദ്ദേഹം അതിന് നൽകുന്ന ഒരു മറുപടിയും നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കുക. എന്തിനെന്നറിയോ? ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് മുജാഹിദുകൾ പറയുന്നതിൽ കയമ്പുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. മുമ്പൊന്നുമില്ലാത്തൊരു കാര്യം. ഇപ്പൊ സുബൈ നിസ്കാരം 1400 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. എന്നാൽ ഇന്ന് പള്ളികളിൽ പലതും പുതുതായി ഉണ്ടായതാണ്. എല്ലാവർക്കും അറിയാം. 50 വയസ്സൊക്കെയുള്ള പല ആളുകളോടും EKP സുന്നികളൊക്കെ പെട്ടവരോട് ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല, വലിയ ഉസ്താദുമാര് ജീവിച്ച കാലത്തില്ല. ഇപ്പൊ ഇതൊക്കെ വ്യവസായമാണല്ലോ. ഇതെല്ലാം വ്യവസായമായപ്പോ ഉണ്ടായതാണ്. ഇതെല്ലാം ആളുകളെ പറ്റിക്കാനാണ്. എന്തോ വലിയ കാര്യമാണ് ഇതൊക്കെ എന്ന് തോന്നിപ്പിച്ച് ചതിക്കാനാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യവും അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഒരു മറുപടിയും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്റെ വിശദീകരണം സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പൊ ഏപ്പിക്കാർ 3 നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ലാം. പ്രത്യേകിച്ചും നിസ്കാരത്തിന്റെ ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിവന്ദനായ ശംസുലമ EK ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ഭാഗത്ത് അസംസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് മാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ അബ്ദുൽ ഹമീദ് ഫൈസി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് വിശദീകരിച്ചില്ല. ഒന്ന്, AP സുന്നികളാണ് ആ 3 സ്വലാത്ത് തുടങ്ങിയെന്ന.
അവലേക്കൾ കഷ്ടായി പിന്നെ നമ്മളത് 10 നമ്മളത് 10 വിഷയങ്ങൾ നിങ്ങളൊന്ന് ശരിക്കും പഠിക്കി. എപിക്കാര് 3 ഉണ്ടാക്കി, പിന്നെ അത് EK സുന്നികൾ 10 യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സലാത്ത് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതെന്താണ്? ബിദ്അത്താണ്. മുജാഹിദുകൾ എത്ര കാലായി പറയും? മുജാഹിദുകളെ പറ്റി പൊതുവേ നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായങ്ങൾ എന്താണ്? മുജാഹിദുകൾ ദീന് തിരിയാത്തവരാണ്, മുജാഹിദുകൾ മസാല തിരിയാത്തവരാണ്. മുജാഹിദുകൾ എത്ര കാലമായി പറയുന്നു? അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി പറയും EK സുന്നികൾ മുകളിലേക്കെടുക്കും. പക്ഷെ ഞങ്ങൾ എത്ര വർഷമായി പറയും? ഞങ്ങൾ സലാത്തിനെ അല്ലല്ലോ എതിർത്തത്. സലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ സമയത്തൊക്കെ ചെല്ലാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 10 സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് ഹദീസിലുള്ളതാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള ദീർഘമായ നമ്മൾ തഹിയ്യാത്ത് ചെല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അത് 10 സ്വലാത്ത് ചെല്ലണമെന്നാണ് സുബഹിയുടെ ശേഷം. അതുപോലെ വൈകുന്നേരം, അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്കിന്റെ മുമ്പല്ല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലിയിട്ടാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തഅമ ചെല്ലേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കേ, അബ്ദുൽ ഹമീദ് ഫൈസി നിങ്ങളെ വിശ്വാസപ്രകാരം പണ്ഡിതനാണല്ലോ അല്ലേ? അദ്ദേഹം പറയണത് ഇതൊരു പ്രത്യേക സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ എന്തായി? അത് ബിദ്അത്തായി. ഈ വിധി നിങ്ങൾ അംഗീകരിച്ചോ? ജീവിതത്തിൽ എല്ലാ രംഗത്തും ഈ വിധി നിങ്ങൾ അംഗീകരിച്ചോ? ഒരു കാര്യം സുന്നത്താണ്, സുന്നത്തല്ലാത്ത സുന്നത്താണെന്ന് വിചാരിച്ച അനാചാരായി, ബിദ്അത്തായി. ഇത് ഞങ്ങൾ എത്ര കാലമായി നിങ്ങളോട് പറയുന്നത്? നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയ്ക്ക് തെളിവില്ല. അവിടെ നബി ഉപേക്ഷിച്ചതാണ്. ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കൽ സുന്നത്താണ്. അങ്ങനെ ഒരു വിധിയുണ്ട് ഇസ്ലാമിൽ. അതായത് റസൂലുള്ളാഹി നബിദിനം കഴിച്ചില്ല, അപ്പൊ കഴിക്കാതിരിക്കലാണ് പുണ്യം, കഴിക്കാതിരിക്കലാണ് പുണ്യം. അതിന് ഞങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചു തരാം, നിങ്ങൾക്ക് സ്വീകാര്യായ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കഅബത്തിൽ വന്നു. അങ്ങനെ അദ്ദേഹം പിന്നെ അജറുൽ അസ്വദ് മുത്തി. കഅബത്തിന്റെ കില്ല മുത്തിയില്ല, അജറുൽ അസ്വദ് മുത്തി. മുത്തിയപ്പോ ചില ആളുകൾ ചോദിച്ചു, ഇമാം അവർകളെ അജറുൽ അസ്വദ് നിങ്ങൾ മുത്തിയല്ലോ, കില്ലങ്ങളിട്ട് മുത്തിയത് കണ്ടില്ല. അങ്ങനെയൊക്കെ ഇവിടെ ആളുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാൻ, അല്ലാഹുവിന്റെ റസൂല് അജറുൽ അസ്വദ് മുത്താൻ പറഞ്ഞു, മുത്തി.